ഹല 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 ചങ്ങായിമാരെ, എന്തല്ല ഇക്കൊല്ലം കിട്ടിയ 29 നോമ്പ് നോക്കി പെരുന്നാളുടെ രാവിലെ പെരുന്നാസ്കാരത്തിനുള്ള പോക്കാണ്. നമ്മളെ ചങ്കള് കൂടെ ഉണ്ടിട്ടാ. നൗഷാദും അജുവും ഷുഹൈബും കൂടെ ഉണ്ട്. നമ്മളെ തൊട്ടടുത്ത പള്ളിയുണ്ട്, നമ്മളെ മർക്ക ഭാഗത്തുള്ള ഒരു പള്ളിയുണ്ട്. പെരുന്നാസ്കാരങ്ങളൊക്കെ ഞങ്ങൾ അവിടെയാണ് നിസ്കരിക്കാറ്. എല്ലാ വർഷവും അവിടെയാണ് നിസ്കരിക്കാറ്. ഞങ്ങളെ തൊട്ടടുത്ത പള്ളി ആ മർക്കയിലൂടെ പള്ളിയിലേക്കുള്ള നിസ്കാരത്തിൽ നമ്മളെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടാ, സിദ്ദിഖ്. ഓന് അവരെവിടെയാ വണ്ടി പാർക്ക് ചെയ്ത് അപ്പുറ സൈഡിലെ കൂടി വരാൻ. ഞങ്ങൾ പള്ളിക്കറാന്ന് പറഞ്ഞ അവനോട് വരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പള്ളിയിലിട്ടുള്ള നടത്തത്തിലാണ്. ഇവിടുത്തെ പെരുന്നാൾ നമസ്കാരം ഒരു എന്താ പറയാ, പല രാജ്യത്തെ ആൾക്കാർ, പല 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 വെറൈറ്റി ആൾക്കാരാണ് പെരുന്നാൾ നമസ്കാരത്തിൽ ഇവിടെ ഉള്ളത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ നേരെ തുമാമയിലേക്ക് എന്ന സ്ഥലത്ത്, തുമാമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നമ്മളൊരു എന്താ പറയാ, നമ്മളൊക്കെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, KSD വന്നിട്ട് ക്രിക്കറ്റ് ടീമുണ്ട്. അതിന്റെ ഓളിനോളായ എല്ലാം ക്യാപ്റ്റനും മാനേജറും ഓളിനോളും മൊത്തം മൂപ്പരാണ്. ഷിയാബിതാണ് മൂപ്പര് പേര്. ഷിയാബിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തുമാമന് ഷിയാബിന്റെ ഇട്ടത് ഈ കാണുന്നതാണ് കേട്ടാ കലീല്. എല്ലാരും ഓണാട. ഇത് നമ്മളെന്നെ എദീം ബായ്, മൂപ്പരാണ് നിഷാദ്. എല്ലാരും നല്ല ക്രിക്കറ്റ് കളിക്കാരാണ് കേട്ടാ, അടിപൊളി കളിക്കാറ്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഷിയാബ്. മൂപ്പരാണ് 10-16 വർഷമായിട്ട് നമ്മളൊക്കെ നോക്കി നടന്ന ക്രിക്കറ്റിന്റെ ഓളിനോൾ. എല്ലാരും ഉണ്ട് കേട്ടാടാ. ഷെബീബ് ഉണ്ട്, സാബിത്ത് ഉണ്ട്, ഷെബീർ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. കാസിമുണ്ട്. എല്ലാരും നല്ല ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ് കേട്ടോ. കേറിയ ഉടനെ ടേബിളിൽ നിരത്തിൻ്റെ പെരുന്നാളിന്റെ പലഹാരങ്ങളും പായസവും ഒന്നും നോക്കിയില്ല. നല്ല ടേസ്റ്റാണ് പായസം. 1-1.5 പായസമാണ്. പലഹാരങ്ങളും പായസം കുടിച്ച് കുറെ കഥയൊക്കെ പറഞ്ഞ് ഇത്തിരി പാട്ടൊക്കെ പാടി അവിടെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണ്. IPL അല്ലേ, അതിന്റെ കാര്യം പരിപാടി സംസാരം കൂടുതലുണ്ട്. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നല്ല നെയ്പ്പത്തിരിയും പത്തലും ഒരു മട്ടൻ കറി. എന്റെ പണി ഈ കാണുന്നതാണ് ഷിയാക്കട്ട മോനേട്ടാ, മൂപ്പരെ കാണണ്ട പുലിയാണ്. അങ്ങനെ നമുക്ക് അട്ട സപ്പോർട്ടും തന്നെ എദീംഖാന്റെ കൂടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് നോക്കുമ്പോ രാത്രി ആയില്ലേ. അങ്ങനെ ആ പോയി കടന്നിറങ്ങി ഞങ്ങൾ കുറച്ചൊരു അസുര സമയമാകുമ്പോ കഴിച്ചു. പിന്നെ രാത്രിയിൽ ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുസൈലിലേക്കുള്ള യാത്രയിലായിപ്പോ. അങ്ങനെ ഞങ്ങൾ ലുസൈലിലേക്കുള്ള യാത്രയിൽ സിദ്ദിഖാണ് കേട്ടാ മുമ്പിൽ കാണുന്നത്. സിദ്ദിഖും അജുവും ഞാനും പിന്നെ ആളും കൂടി ഇപ്രാവശ്യം ജോയിൻ ആയിട്ട് അമ്മി. വല്ല റൂംമേറ്റ്സ് ആണ് കേട്ടാ. അമ്മി മൂപ്പരാണെന്ന് പറഞ്ഞാലില്ലേ, എലക്ഷൻ നിർത്തിച്ചാ ജയിക്കും. അമ്മാതി അങ്ങനത്തെ ആളാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഞങ്ങൾ ഡ്രൈവേഴ്സ് പറയും ഫാമിലി ബിൽഡിംഗ്. കാരണം എന്ന് നോക്കോ, ഉപ്പാവും മോനും 2 മക്കളും എന്നൊക്കെയുള്ള സെറ്റപ്പാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി. ഇത് ലുസൈലാണ് കേട്ടോ സംഭവം. അങ്ങനെ ഞങ്ങൾ ലുസൈലിലേക്ക് എത്താറായി. ലക്ഷ്യം ഫോട്ടോ ആണ് കേട്ടാ മെയിന്. ലുസൈലില് നല്ല രസമാണ്. നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് നടന്ന്, ഞങ്ങൾ ഒരുപാട് നടന്നു. നല്ല രസമായിരുന്നു. പിന്നെ അമ്മിന്റെ കുറെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് യോട്ടിനെ കുറിച്ചിട്ട് ക്ലാസ്സും അതും ഇതും ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 മുതലാണത്. അങ്ങനെ അമ്മിന്റെ ക്ലാസ് ഞങ്ങൾ കുറെ നടന്ന് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കുറെ വർത്താനം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും മനസ്സിലായി സംഭവം റെഡി ആയിട്ട് എന്ത് വിശക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങളെ ലക്ഷ്യം ഹോട്ടലായിരുന്നു. പോകുമ്പോ ആള് മാറിയിട്ടാവുമ്പോൾ നമ്മളെ നൗഷാദാണ് ചർച്ചക്കാരന് മെയിൻ. സംഭവം എന്താ പറഞ്ഞാൽ ഹോട്ടൽ സെർച്ച് ചെയ്യാണ്, ഏതാണ് എവിടെ പോവാണെന്ന് സെർച്ച് ചെയ്യാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അങ്ങനെ നല്ല പരിപാടി, നല്ല മൂഡാണ് കേട്ടോ. എല്ലാവരും ഓണാണ്. അജു ആണെങ്കിൽ ഓണാണ്, ഫുള്ള് ഡാൻസ് കളിച്ച. അമ്മിനെ കാണുന്നില്ലേ, സൂപ്പർ ഓണാണ്.
ഞാൻ അമ്മയും കൂടെ കുറെ പാട്ടും ഡാൻസും നൗഷാദും ഒക്കെ കൂടെ കളിച്ച് ആർത്ത് നല്ല രസമാണ്. നല്ല പെരുന്നാൾ രാത്രി നല്ല സുഖം എടുത്തോട്ടെ ഞങ്ങള്. നല്ല രസമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഹോട്ടലും തപ്പി ഇറങ്ങി, ഇങ്ങനെ ഹോട്ടലിലും തപ്പി ഇറങ്ങി പോവാണ്. അങ്ങനെ ഒടുവിൽ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തും കണ്ടുപിടിച്ച് അതാ മത്താർക്കതിമിലുള്ള ആന്താർ എന്ന ഹോട്ടലിൽ കയറി ഞങ്ങള്. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അവിടെ നിന്ന് എന്റെ അച്ചായ ഒരു 1.5 മല്ല യുദ്ധമായിരുന്നു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി റൂമിലേക്കുള്ള തിരിച്ചു പോക്കാണ്. തിരിച്ചു പോകുമ്പോൾ ഞാനും അമ്മയും ഡാൻസ് കളിച്ചേട്ടാ സിദ്ധിക്കാണ്. ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ സൈഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമായിരുന്നു. ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാം അടിച്ചു പൊളിച്ച് ചങ്ങായിമാരൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ അടിച്ചു പൊളിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പൊ ചങ്ങായിമാരെ റൂമിലേക്ക് പോകുന്നതിന്റെ യാത്രയിലാണ് ഇപ്പോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.